ഇനി നമുക്ക് പറയാനുള്ളത് ആറ്റംസാണ്. അതിനകത്ത് ഫസ്റ്റ് റൂദർഫോർഡ്സ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ടു ദ പോയിന്റ് പറയുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടോ. ഗോൾഡ് ന്യൂക്ലിയസ്, ഓക്കെ, ഇവിടെ Z ആണ് അറ്റമിക് നമ്പർ ZE. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ ഒരു ആൽഫ പാർട്ടിക്കിൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ ഈ ആൽഫ പാർട്ടിക്കിൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ ഇത് ഇങ്ങനെ വരിക. ഓക്കെ, ഇങ്ങനെ വന്ന് ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ അങ്ങ് പോയി വിചാരിക്കുക. ഓക്കെ, ഇതിന് നമ്മൾ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എന്ന് പറയും. ഈ ആൽഫ പാർട്ടിക്കിൾ ന്യൂക്ലിയസിൽ നിന്ന് വളരെ അകലെയാവുമ്പോൾ ഇതാണ് ആൽഫ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി. വിചാരിച്ചോ. അപ്പോൾ when the alpha particle is far away from the nucleus, the perpendicular distance of the velocity vector from the nucleus, അതായത് ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുക ഇമ്പാക്റ്റ് പാരാമീറ്റർ എന്ന്. ഓക്കെ, ഇമ്പാക്റ്റ് പാരാമീറ്റർ B = 1/4πε0 പിന്നെന്താ ZE² ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, ഇൻറ്റു cot θ ഡിവൈഡ് ബൈ 2 ആണ്, cot θ ബൈ 2. ഓക്കെ, പിന്നെ ഉള്ളത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്നാണ്. ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 പിന്നെന്താ ഇതിൻ്റെ ചാർജ് എന്താ ZE, പിന്നെ ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് 2E. ഓക്കെ, ഡിവൈഡ് ബൈ R0. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കൂടി വരും, കൈനറ്റിക് എനർജി കുറയും. അപ്പോൾ ഈ കൈനറ്റിക് എനർജി ഫുള്ള് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. അതെന്താവും ഫുൾ കൈനറ്റിക് എനർജി 12mU². ഇവിടുന്ന് നിങ്ങൾ R0 കണ്ടുപിടിക്കുക. അപ്പോൾ ഈ R0 നമുക്ക് എന്താ വരിക? R0 അതായത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0 പിന്നെന്താ 2ZE² ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. പിന്നെ നമ്മൾ ഈ തീറ്റയെ നമ്മൾ പറയുക ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എന്നാണ്. അതിൽ തീറ്റ എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്തു, വൈ ആക്സിസിൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ത്രൂ ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, തീറ്റ ആംഗിളിലൂടെ സ്കാറ്റർ ചെയ്ത ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വൈ ആക്സിസിലും പിന്നെന്താ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫ് നോക്കൂ. ഇവിടെ തീറ്റ ഹൈ ആകുമ്പോൾ നോക്കൂ, തീറ്റ ഹൈ ആകുമ്പോൾ ഇതിപ്പോൾ 180 വിചാരിക്കുക, 180. അപ്പോൾ അത്രയും ഡീവിയേഷൻ ഉണ്ടാകുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, പിന്നെന്താ നമ്പർ കൂടുതൽ പാർട്ടിക്കിൾസ് നോക്കൂ, ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വെരി ഹൈ. എന്താ ഡീവിയേഷൻ കുറവുള്ള പാർട്ടിക്കിൾസ്, അതായത് കാര്യമായിട്ട് ഡീവിയേഷൻ ഇല്ലാതെ പോകുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. 180 ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഹൈ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതിൽ നമ്മൾ ഇവിടെ തീറ്റയാണ് ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ്. ഈ B പറഞ്ഞാൽ ഇമ്പാക്റ്റ് പാരാമീറ്ററാണ്. B 0 ആണെങ്കിൽ അപ്പോൾ നമ്മളെന്താ, ഇഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഈസ് ഹെഡിങ് ഡിറക്ട്ലി ടുവേഴ്സ് ദ ന്യൂക്ലിയസ്, അപ്പോൾ B 0 ആണ്. B 0 ആകുമ്പോൾ ഈ ലൈനിലൂടെ ഇങ്ങനെ വരും. അപ്പോൾ നടക്കുന്ന കൊളീഷൻ നമ്മൾ ഹെഡ് ഓൺ കൊളീഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇമ്പാക്റ്റ് പാരാമീറ്റർ B 0 ആകുമ്പോഴെന്താ, B = 0 ആകുമ്പോൾ നമുക്ക് cot θ/2 = 0 പറയാം. അപ്പോൾ θ/2 = 90 ആവണം. അതായത് θ = 180 ഡിഗ്രി ആവണം. അതായത് നേരെ ഇങ്ങനെ പോകുമ്പോഴാണ് അത് തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. പിന്നെ അവിടെ നമ്മൾക്ക് അറിയേണ്ട വേറൊരു കാര്യം, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ത്രൂ എ ഗിവൺ ആംഗിൾ. അതിൽ നമുക്ക് എന്ത് പറയാം, n പ്രപ്പോർഷണൽ ടു 1/sin⁴ θ ഡിവൈഡ് ബൈ 2 വരും. sin⁴ θ/2. ഓക്കെ, തീറ്റ ആംഗിൾ ഓഫ് സ്കാറ്ററിംഗ് സഫർ ചെയ്യുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. ഓക്കെ, യു മേ ബി ആസ്ക്ഡ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ത്രൂ 60 ഡിഗ്രി ടു ദ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ത്രൂ 90 ഡിഗ്രി. അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ത്രൂ 60 ഡിഗ്രി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ത്രൂ 90 ഡിഗ്രി. ദിസ് ഈസ് ഈക്വൽ ടു ഇൻവേഴ്സ്ലി. അപ്പോൾ 60/90 എന്നുള്ളത് എന്താ, 90/60 വരും. അപ്പോൾ sin 90/2 പറഞ്ഞാൽ 45. പിന്നെന്താ sin 60/2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, sin 30. ഓക്കെ, അപ്പോൾ ഹോൾ റേസ് ടു 4 വരണം. അത് sin 45 1/√2, sin 30 പറഞ്ഞാൽ 1/2. ഓക്കെ,
അപ്പോൾ ഇതെന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു √2, ഓക്കെ, ഹോൾ റേസ് ടു 4 വരും. ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി 4 ഓർ ലെറ്റ് us say 4:1 പറയാം. ഇനി അടുത്തത് നമുക്ക് ബോസ് തിയറി ഓഫ് ഹൈഡ്രജൻ ആട്ടം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വാണ്ടം കണ്ടീഷനാണ്. ഇപ്പോൾ ഇവിടെ നോക്കൂ കേട്ടോ, നമ്മൾ ഒരു ഓർബിറ്റിൽ ഇപ്പോൾ nth ഓർബിറ്റ് ആണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് വിൽ ബി ഈക്വൽ ടു n ലാംഡ എന്നാ. ഓക്കെ, nth ഓർബിറ്റ് ആണെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് വിൽ ബി ഈക്വൽ ടു n ലാംഡ. അതിൽ ലാംഡ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡി ബ്രോയ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ഇവിടം തൊട്ട് ഇവിടം വരെ ഒരു വേവ് ലെങ്ത്ത്, പിന്നെ രണ്ടാമത്തെ വേവ് ലെങ്ത്ത്, മൂന്നാമത്തെ വേവ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റും ഒരു ട്രഫും, അപ്പോൾ ഒരു വേവ് ആയല്ലോ. ഓക്കെ, ഇതാ 5 വേവ്സ്. അപ്പോൾ ഇത് 5th ഓർബിറ്റ് അങ്ങനെ ഉണ്ടാവുക. 3rd ഓർബിറ്റ് ആണെങ്കിൽ അതിനകത്ത് 3 വേവ്സിൻ്റെ സർക്കംഫറൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് 2π RN പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദി nth ഓർബിറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു n ലാംഡയാ. ഓക്കെ, ലാംഡ പറഞ്ഞാൽ ഡി ബ്രോയ് വേവ് ലെങ്ത്താണ്. അപ്പോൾ 2π പിന്നെന്താ R വിത്ത് സഫിക്സ് n ഈക്വൽ ടു n. പിന്നെന്താ ലാംഡയ്ക്ക് പകരം നമുക്ക് h ഡിവൈഡ് ബൈ പിന്നെന്താ പറയുക p പറയാം, p ലീനിയർ മൊമെൻറ്റം ഓർ ലെറ്റ് us say p ഇൻ ദ nth ഓർബിറ്റ്, p വിത്ത് സഫിക്സ് n. അപ്പോൾ ഇവിടെ നമുക്ക് ഈ p വിത്ത് സഫിക്സ് n ഇൻറ്റു R വിത്ത് സഫിക്സ് n ഈക്വൽ ടു NH ഡിവൈഡ് ബൈ 2π വരും. ഓക്കെ, ഇത് ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് ഓർ ഇറ്റ് ഈസ് ദി ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം ഈസ് NH ബൈ 2π, അതായത് ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h ബൈ 2π. അങ്ങനെയാണ് നമുക്ക് ആ ക്വാണ്ടം കണ്ടീഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് m മാസ് ഓഫ് ദി ഇലക്ട്രോൺ, v വിത്ത് സഫിക്സ് n ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ്, പിന്നെ r വിത്ത് സഫിക്സ് n ഈസ് ദ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ്. ദിസ് ഈസ് ഈക്വൽ ടു NH ഡിവൈഡ് ബൈ 2π. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് mv², ഓക്കെ, ഡിവൈഡ് ബൈ r വിത്ത് സഫിക്സ് n. ഇതെന്താ? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ദിസ് ഈസ് ഈക്വൽ ടു 1/4πε0. പിന്നെന്താ? E² ഡിവൈഡഡ് ബൈ R വിത്ത് സഫിക്സ് n സ്ക്വയർ. ഓക്കെ, അതായത് നെസസറി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി അട്രാക്ഷൻ ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ്, ദിസ് ഈസ് ഈക്വൽ ടു A0n² എന്ന് കിട്ടും. അതിൽ ആ A0 പറഞ്ഞു കഴിഞ്ഞാൽ 0.529 ആങ്സ്ട്രംസ് എന്നാണ്. 0.53 ആങ്സ്ട്രംസ് ആയാലും മതി. അതിന് നമ്മൾ പറയുക ബോഴ്സ് റേഡിയസ് എന്നാണ് പറയുക, ബോഴ്സ് റേഡിയസ്. ഓക്കെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഈസ് directly proportional to the square of the principal quantum number എന്നാ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി റേഡിയസ് ഓഫ് ഫസ്റ്റ് എക്സൈറ്റഡ് ഓർബിറ്റ് ടു ദി സെക്കൻഡ് എക്സൈറ്റഡ് ഓർബിറ്റ്? ഓക്കെ, അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് എക്സൈറ്റഡ് ഓർബിറ്റ് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ n = 2 ആണ്. സെക്കൻഡ് എക്സൈറ്റഡ് ഓർബിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? n = 3 ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ കാണണം പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സെക്കൻഡ് ടു റേഡിയസ് ഓഫ് ദി തേർഡ്, ദിസ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 3 ഹോൾ സ്ക്വയർ. ഇങ്ങനെ റേഷ്യോ ചോദിക്കാം, 4/9 കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളത് എന്തിന് പ്രപ്പോർഷണലാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. ഇനി അതേപോലെ തന്നെ വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം, ഓക്കെ, v വിത്ത് സഫിക്സ് n ഇൻ ദ nth ഓർബിറ്റ്, അതിൽ α/c ഡിവൈഡ് ബൈ n ആണ്, α/c/n. അതിൽ ഈ ആൽഫ പറയുന്ന ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ നമ്മൾ പറയുക, ആൽഫയെ പറയുക ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻ്റ് എന്നാണ് കേട്ടോ. ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയേണ്ട കേട്ടോ. ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ്, അതിൽ ഇത് ഡയമെൻഷൻലെസ് ആണ്. മാത്രമല്ല ഈ ആൽഫയുടെ വാല്യൂ 1/137 ആണ്, 1/137. അപ്പോൾ ഈ സി പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. അപ്പോൾ ഈ സി വിൽ ബി ഹാവിങ് ദ ഡയമെൻഷൻസ് ഓഫ് വെലോസിറ്റി. പിന്നെ എന്താ? വിക്കും വെലോസിറ്റിയുടെ ഡയമെൻഷൻ. അപ്പോൾ ഈ ആൽഫയും എന്നും എന്താ? ഡയമെൻഷൻലെസ് ആവണം. ആൽഫയെ നമ്മൾ എന്താ പറയുക? ഫൈൻ സ്ട്രക്ചർ കോൺസ്റ്റൻറ്റ് വരും പറയും. അതിൻ്റെ വാല്യൂ 1/137 ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ വെലോസിറ്റി ഇൻ ദ nth ഓർബിറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അപ്പോൾ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം when it is in the third orbit and fourth orbit?
ഓക്കെ, തേർഡ് ഓർബിറ്റ് ആൻഡ് ഫോർത്ത് ഓർബിറ്റ് റേഷ്യോ കാണണമെങ്കിൽ എന്താ, അപ്പോൾ 4/3 വരും. അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നിങ്ങൾ അറിയേണ്ടത് എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം. അതിൽ ടോട്ടൽ എനർജി ഇൻ ദ nth ഓർബിറ്റ് ദിസ് ഈസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അതിൽ ഈ കൈനറ്റിക് എനർജി ഇൻ ദി nth ഓർബിറ്റ് ദിസ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ദി ടോട്ടൽ എനർജി ഇൻ ദ nth ഓർബിറ്റ്. ഓക്കെ, അതായത് കൈനറ്റിക് എനർജി ആണെങ്കിൽ മൈനസ് ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി ഇൻ ദ nth ഓർബിറ്റ് ദിസ് ഈസ് ഈക്വൽ ടു 2 times ദി ടോട്ടൽ എനർജി എന്നാണ്. അതായത് പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആവും, ടോട്ടൽ എനർജി എത്രയാണോ അതിൻ്റെ ഡബിൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കറിയേണ്ടതാണോ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസാണ്. ഈ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ He+, ലിത്തിയം ++, അങ്ങനെയുള്ളത്. അതായത് നമ്മൾ അയോണൈസ് ചെയ്തിട്ട് ഒരു ഇലക്ട്രോൺ മാത്രം ബാക്കി നിൽക്കുന്ന ആറ്റംസ്. അവിടെ R വിത്ത് സഫിക്സ് n ഈക്വൽ ടു A0 പിന്നെ എന്താ n² ഡിവൈഡ് ബൈ Z. Z പറഞ്ഞു കഴിഞ്ഞാൽ അറ്റമിക് നമ്പർ, അതായത് ഹീലിയം ആണെങ്കിൽ 2 ആണ്, ലിത്തിയം ആണെങ്കിൽ 3 ആണ്, അങ്ങനെ വരും. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം. ഓക്കെ, അതിൽ ആൽഫ ഉണ്ട്, സി ഉണ്ട്, പിന്നെന്താ Z ഡിവൈഡ് ബൈ n വരും, Z/n. ഓക്കെ, പിന്നെ നമുക്ക് എനർജി ഇൻ ദി nth ഓർബിറ്റ് ദിസ് ഈസ് ഈക്വൽ ടു -13.6 പിന്നെന്താ Z² ഡിവൈഡഡ് ബൈ n² ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിൻ്റെ റേഡിയസ്, പിന്നെന്താ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ nth ഓർബിറ്റ് ആൻഡ് എനർജി. ഈ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഇനി എന്താണെന്നറിയോ, ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ട്രാൻസിഷൻ നടത്തുമ്പോൾ റേഡിയേറ്റ് ചെയ്യും, ഡിഫറൻസ് ഇൻ എനർജി. അങ്ങനെയാണ് ഈ ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ സീരീസ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് ലൈമാൻ സീരീസ് അൾട്രാ വയലറ്റിലും ബാമർ സീരീസ് മാത്രം വിസിബിളിലും ബാമർ സീരീസിന് ശേഷം വരുന്ന, അതായത് പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ്, അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ഇൻഫ്രാറെഡിലുമാണ്. ഓക്കെ, അപ്പോൾ വിസിബിളിൽ വരുന്നത് ലൈമാൻ കഴിഞ്ഞിട്ടുള്ള ബാമർ മാത്രം. ലൈമാൻ ആണെങ്കിൽ അൾട്രാ വയലറ്റിലാണ്. അപ്പോൾ ബാമർ മാത്രം വിസിബിളിലായത് കാരണം ഇത് n ഈക്വൽ ടു 1 ആണ്, ഇത് n ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഇതിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നതാണ് കേട്ടോ. n ഈക്വൽ ടു 3 അത്രയും ഡിഫറൻസ് ഉണ്ടാവില്ല. 3ഉം 4ഉം ആയിട്ട് n ഈക്വൽ ടു 4 അത്രയും ഡിഫറൻസ് ഉണ്ടാവില്ല. 4ഉം 5ഉം ആയിട്ട് n ഈക്വൽ ടു 5 അത്രയും ഡിഫറൻസ് ഉണ്ടാവില്ല. ഇത് 6. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ഹയർ ലെവലിൽ നിന്ന് ഫസ്റ്റിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈൻസാണ് ലൈമാൻ സീരീസ്. ഹയർ ലെവലിൽ നിന്ന് സെക്കൻഡിലേക്ക് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ലൈൻസാണ് ബാമർ സീരീസ്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ബാമർ സീരീസ്, ഇത് സെക്കൻഡ് മെമ്പർ, ദിസ് ഈസ് ദ തേർഡ് മെമ്പർ. ഓക്കെ, ദിസ് ഈസ് ദ ഫോർത്ത് മെമ്പർ. അപ്പോൾ അതിൽ ഇത് മാത്രമാണ്, ബാമർ മാത്രമാണ് വിസിബിളിലുള്ളത്. അപ്പോൾ അത് തന്നെ, അതുകൊണ്ട് അതിന് പ്രത്യേകതയുണ്ട്. ബാമർ പറഞ്ഞു കഴിഞ്ഞാൽ 1/λ റിഡ്ബർഗ്സ് കോൺസ്റ്റൻറ്റ്, പിന്നെന്താ 1/2² മൈനസ് 1/n² പറയാം. അതായത് ഇവിടെ n1 ലോവർ ലെവൽ 2 ആണ്. ഓക്കെ, n2 പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എനിത്തിങ് മോർ ദാൻ 2, അതായത് 3, 4, 5, 6 അങ്ങനെ വരും. ഓക്കെ, ദിസ് ഈസ് ഈ R പറഞ്ഞു കഴിഞ്ഞാൽ റിഡ്ബർഗ്സ് കോൺസ്റ്റൻ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നത് 1.09 ഓക്കെ ഇൻറ്റു 1.1% അല്ല കേട്ടോ, 7 മീറ്റർ റേസ് ടു -1 ആണ്. പിന്നെ അത് അറിയണ്ട, നിങ്ങൾക്കത് വാല്യൂ തരും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇത് വിസിബിൾ റീജിയനിൽ വരുന്നത് ഈ ബാമർ മാത്രമായത് കാരണം അതിൽ ആ ഫസ്റ്റ് 4 മെമ്പേഴ്സിന് നമ്മൾ പ്രത്യേകം പേര് വിളിക്കും. ഇതിനെ നിങ്ങൾ H ആൽഫ പറയും, ഇതിനെ നമ്മൾ H ബീറ്റ പറയും, ഇതിനെ നമ്മൾ H ഗാമ എന്ന് പറയും, ഇതിനെ നമ്മൾ H ഡെൽറ്റ എന്ന് പറയും. ഓക്കെ, അതിൽ ഇത് മാത്രമാണ് വിസിബിളിലുള്ളത്. ഇതിനു മുമ്പെയുള്ള ലൈമാൻ സീരീസ് അൾട്രാ വയലറ്റിലാണ്, ശേഷം വരുന്നതെല്ലാം ഇൻഫ്രാറെഡ് ആണ്. ഇനി അവിടെ നമ്മളെ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ സ്പെക്ട്രൽ ലൈൻസ്, അതും ഒരു പ്രധാന.
അതായത് ഇപ്പോൾ nth സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോണ് ലോവർ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ ഹൗ മെനി സ്പെക്ട്രൽ ലൈൻസ് ആർ പോസിബിൾ. ഓക്കെ, അതിൽ അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് പോസിബിൾ ദിസ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, ഇനി see the total number of possible spectral lines when an electron makes transition from n2 to n1. ഓക്കെ, n2 to n1 ആണെങ്കിൽ അപ്പോൾ എങ്ങനെ വരും എന്നറിയോ? n2 മൈനസ് n1. ഓക്കെ, പിന്നെന്താ n2 മൈനസ് n1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 വരും. ഇതാണ്. ഓക്കെ, ഇപ്പോൾ ഫിഫ്ത്ത് സ്റ്റേറ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ എത്ര ലൈൻസ് പോസിബിളാണ് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ എന്താ n = 5 കൊടുക്കുക. ഓക്കെ, 5 × 4 എത്രയാണ്? 20/2 പറഞ്ഞാൽ 10 സ്പെക്ട്രൽ ലൈൻസ് പോസിബിൾ ആണ്. ഓക്കെ, ഇനി വെൻ ആൻ ഇലക്ട്രോൺ മേക്സ് ട്രാൻസിഷൻ ഫ്രം ഫിഫ്ത്ത് സ്റ്റേറ്റ് ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്, വിചാരിച്ചോളൂ, ഫിഫ്ത്ത് സ്റ്റേറ്റ് ടു ദ സെക്കൻഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ n2-ന് നിങ്ങൾ 5 എന്നും n1-ന് നിങ്ങൾ 2 എന്ന് കൊടുക്കണം. അപ്പോൾ 5 - 2 പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 വരും. പിന്നെ എന്താ അടുത്തത് 3 + 1 പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 2 വരും. അപ്പോൾ ഇത് എത്രയാണ്? 6. അങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നേരത്തെ nth ഓർബിറ്റിൽ ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി എന്താ പറയുക? v വിത്ത് സഫിക്സ് n ഈക്വൽ ടു ആൽഫ c ഡിവൈഡ് ബൈ n പറഞ്ഞു. ഓക്കെ, ആൻഡ് റേഡിയസ് r വിത്ത് സഫിക്സ് n ഈക്വൽ ടു a0 n² പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇപ്പോൾ ആംഗുലർ വെലോസിറ്റി ഒമേഗ വിത്ത് സഫിക്സ് n പറഞ്ഞാൽ vn ഡിവൈഡ് ബൈ r n ആണ്. vn ഡിവൈഡ് ബൈ rn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഉണ്ട്, c ഉണ്ട്, ഡിവൈഡ് ബൈ a0 ഉണ്ട്, പിന്നെ എന്താ 1 ഡിവൈഡ് ബൈ n³ എന്ന് വരും, 1/n³. അപ്പോൾ യൂഷ്വലി പ്രപ്പോർഷണൽ ടു ആണ് ചോദിക്കുക. അതായത് ഈ കോൺസ്റ്റൻറ്റ് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്കെന്ത് പറയാം? ഫ്രീക്വൻസി ഇൻ ദ nth ഓർബിറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു 1/n³, വേർ n ഈസ് ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ ന്യൂ, അതായത് ഇത് ആംഗുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിയാണ്. ഇത് ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി പ്രപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ n³ വരും. ഇനി അല്ലെങ്കിൽ നമുക്ക് പീരിയഡ് എന്തോ പറയാം? t പ്രപ്പോർഷണൽ ടു n³ പറയാം. കാരണം ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണല്ലോ പീരിയഡ് ഇൻ ദി nth ഓർബിറ്റ്.